ഇപ്പോൾ ഇവര് പറയുന്ന പോലെ മുനമ്പം നിവാസികൾ പറയുന്ന പോലെ തന്നെ അവർ മാസങ്ങളായി ദിവസങ്ങളായി അവർ നടത്തിക്കൊണ്ടുവന്നിരുന്ന സമരമാണ് ഇപ്പോൾ ഏകദേശം അവർക്കൊരു ആശ്വാസമാകും കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലൂടെ എന്ന് അവർ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരും UDF-ഉം ഉൾപ്പെടെ ഇവർക്കെതിരെ ഈ സമരം ഒത്തുതീർപ്പാക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ശ്രമിച്ചിരുന്നില്ല എന്നുള്ള വിമർശനമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. മറ്റ് കുറെ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനും UDF-നും എതിരായി BJP അധ്യക്ഷനും ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ഇവിടുത്തെ ജനങ്ങളും അതുതന്നെയല്ലേ പറയുന്നത്? അതായത് ഇന്നിപ്പോ ഇവരുടെ നിരാഹാര സമരം 185ാമത്തെ ദിവസമാണ്. ഈ 185 ദിവസം ഇവര് സമരം ചെയ്തിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രായോഗിക നടപടികൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന LDF ആയാലും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയാലും ഇടപെട്ട് നടത്തിയില്ല എന്നുള്ള വലിയൊരു പരാതി ഇവർക്കുണ്ട്. അതിലവർക്ക് സഹായം ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമീപനം, അതായത് അങ്ങനെ ഒരു നിയമം പാസാക്കി തന്ന സർക്കാരിനെ അഭിനന്ദിക്കണം എന്നുള്ള ഒരു സമീപനം എടുത്തതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റ് LDF ആയാലും UDF ആയാലും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇതിനകത്തൊരു രാഷ്ട്രീയ മാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത്തരം ആരോപണങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനങ്ങളില്ല എന്നാണ് ഈ സമരസമിതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളോടെല്ലാം സംസാരിച്ചാൽ മനസ്സിലാകും. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് തികച്ചുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടാണ്. കാരണം 100 വർഷമായി താമസിക്കുന്ന ഒരു ഭൂമി, അത് പരമ്പരാഗതമായി കൈമാറി വന്നൊരു ഭൂമി, അതിന്റെ കരമടയ്ക്കാൻ പറ്റുന്നില്ല. അത് കാരണം മറ്റാവശ്യങ്ങളൊന്നും തന്നെ നിവർത്തിക്കാൻ പറ്റുന്നില്ല. അത്തരമൊരു ബുദ്ധിമുട്ടിൽ നിന്ന് ഏത് രീതിയിലും മറികടക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. ഇപ്പോൾ ഈ പുതിയ വഖഫ് നിയമം നിലവിൽ വന്നപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ നടന്ന വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യത്തിലുള്ള ഒരു വ്യക്തത വരുത്താനാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും ശ്രമിച്ചത്. അതായത് മുനമ്പത്തെ വിഷയം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുകയുണ്ടായി. ഏത് രീതിയിൽ, അതായത് ഈ ഭൂമി ആദ്യമായി കൈമാറി വന്നത് മുതൽ 1995 നിയമത്തിലെ ഏതൊക്കെ വകുപ്പുകൾ ഇതിന് സഹായകമായി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലെല്ലാം വരുത്തിയിരിക്കുന്ന ഭേദഗതികളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം സെക്ഷൻ 40ന്റെ കാര്യം എടുത്തു പറയുകയുണ്ടായി. ഏതൊരു ഭൂമിയും വഖഫ് ഭൂമിയാണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന ഒരു വകുപ്പായിരുന്നു. അതിൽ കൃത്യമായി ഭേദഗതി വരുത്തി അത്തരത്തിലൊരു അധികാരം അവർക്ക് പുതിയ നിയമത്തിൽ ഇല്ല. ആ ഭേദഗതികളെല്ലാം തന്നെ വരുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, മുനമ്പത്തെ പോലൊരു സാഹചര്യം രാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, ഈ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയാലും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആയാലും എടുത്തു പറഞ്ഞത് ഇതിനെതിരെ ഒരു നുണപ്രചരണം ഈ പ്രതിപക്ഷ, അതായത് LDF-ന്റെ ആയാലും UDF-ന്റെ ആയാലും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം പുതിയ നിയമം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇവർക്കുണ്ടാവില്ല. മുനമ്പത്തെ പ്രശ്നം ഒരു കാരണവശാലും പരിഹരിക്കപ്പെടില്ല. മറ്റ് രാഷ്ട്രീയ ലാഭങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരും BJP-യും ഉന്നയിക്കുന്നത് എന്നെല്ലാം പറയുകയുണ്ടായി. പക്ഷേ അവരെടുത്തു പറഞ്ഞൊരു കാര്യം, മുനമ്പത്തെ പ്രശ്നം, അതായത് പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡായാലും വഖഫ് ട്രൈബ്യൂണലുകളായാലും പുനഃസംഘടിപ്പിക്കപ്പെടും. മാത്രമല്ല, നേരത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ അപ്പീൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ല. വഖഫ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അവർക്ക് അപ്പീൽ നൽകാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രം നിയമപോരാട്ടം അവസാനിക്കുന്ന ഒരു സാഹചര്യമില്ല. മറിച്ച് സുപ്രീം കോടതി വരെ രാജ്യത്തെ മറ്റ് വ്യവസ്ഥകളിൽ ഉള്ളതുപോലെ തന്നെ മറ്റെല്ലാ മറ്റു കാര്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ സുപ്രീം കോടതി വരെ നിയമപോരാട്ടം കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലേക്കാണ് ഈ നിയമ ഭേദഗതി ഈ വിഷയത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാരുടെ പ്രശ്നം കൃത്യമായും പരിഹരിക്കപ്പെടും. ഈ പ്രശ്നം എന്ന് പരിഹരിക്കപ്പെടുന്നോ അന്ന് വരെ ഈ വിഷയത്തെ കൃത്യമായി പിന്തുടരും എന്നുള്ളൊരു കാര്യവും മന്ത്രി എടുത്തു പറയുകയുണ്ടായി. ഇവര് സംസാരിക്കുമ്പോഴും പങ്കുവെക്കുന്ന പ്രതീക്ഷ അതാണ്. അതായത് ഈ പ്രശ്നം ഏത് വിധേനയും ഏത് നിമിഷവും എത്രയും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. കാരണം അടുത്ത ആഴ്ച ഈസ്റ്റർ ആണ്. അതിനു മുമ്പ് ഒരു ഈസ്റ്റർ സന്തോഷം എന്നുള്ള നിലയിൽ, ഈസ്റ്റർ സമ്മാനം എന്നുള്ള നിലയിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷകൾ ഇവര് പങ്കുവെക്കുന്നുണ്ട്.
വിനയ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ LDFന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞത് ഇതെങ്ങനെ വഖഫ് ഭേദഗതി നിയമം എങ്ങനെയാണ് മുനമ്പത്തെ സ്വാധീനിക്കുക എന്ന് വ്യക്തമാക്കണമെന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുള്ള മറുപടി തന്നെയല്ലേ? തീർച്ചയായും. അതായത് ഈ മുനമ്പത്തെ പ്രശ്നത്തിന് നിയമ ഭേദഗതിയിലൂടെ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യം, അത് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് UDFും LDFും തന്നെ പ്രചാരണം നടത്തുന്നുണ്ട്. അത് അങ്ങനെയല്ല. അത് കൃത്യമായി അതിലൊരു പരിഹാരം ഉണ്ടാകും. അത് അവർ പ്രചരിപ്പിക്കുന്നത് നുണകളാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാണ്. അതിലൊന്നും വീണുപോകേണ്ട കാര്യമില്ല, അതിലൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കേന്ദ്രമന്ത്രി ആയാലും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനായാലും എല്ലാം തന്നെ വിശദീകരിച്ചത്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഈ സമരം ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഞാൻ രാവിലെയും ഇവിടെ വന്ന സമയത്ത് ഇവരോട് സംസാരിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഇക്കാര്യത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല, മറിച്ച് തികഞ്ഞ ശുഭപ്രതീക്ഷയാണ്, വലിയ വിശ്വാസമാണ് ഈ പുതിയ നിയമത്തിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലും ഉണ്ടായിട്ടുള്ളത്. ഏത് വിധേനയും ഈ പ്രശ്നം പരിഹരിക്കുമെന്നും ഈ വർഷങ്ങളായി താമസിച്ചു വന്നിരുന്ന ഈ ഭൂമിയിൽ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്നും പറയുകയാണ്.